ഈ ജാനുവരി എൻഡിലുള്ള ജെയ് മെയിൻസിനായിക്കോട്ടെ അല്ലെങ്കിൽ മെയ് 3 നടക്കുന്ന നീറ്റിനായിക്കോട്ടെ, നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്താ? അതാണ് 25% ഫസ്റ്റ് എനിക്ക് പ്രോമിസ് ചെയ്യാനുള്ള സാധനം. ഈ 7.5 മണിക്കൂറിൽ എത്ര സമയം നിങ്ങൾ കറക്റ്റ് യൂട്ടിലൈസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ റാങ്ക്. അപ്പം ഇതേ സാധനമാണ് എന്ത് നമ്മളെ ഹാപ്പിനെസ്സിൻ്റെ കേസിലും. മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വർഷം എത്രത്തോളം നമ്മൾ സന്തോഷമായിരിക്കുന്നു, സമാധാനത്തോടെ ഇരിക്കുന്നു, അത്രത്തോളം നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ലൈഫിലെ ഏത് ഗോള് അച്ചീവ് ചെയ്യാനുള്ള തമ്പ് റൂൾ എന്ന ഈ പറഞ്ഞ സാധനമാണ്. ഇരുന്നിരുന്നു എടാ, എങ്ങനെയുണ്ട് നിങ്ങളെ +2 റിസൾട്ടൊക്കെ? ആർക്കെങ്കിലൊക്കെ മാർക്ക് കുറഞ്ഞെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, താഴെ പോയി എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ ആ വിചാരമായിട്ട് നിൽക്കുക, ഞാൻ പോരാന്നുള്ളത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇനി ജയിക്കുന്ന തീരുമാനിക്കാം. എനിക്ക് +2-ലായിരുന്നില്ല, 10ാം ക്ലാസ്സിലായിരുന്നു ഇതേ ഒരവസ്ഥ. റിസൾട്ട് വന്നപ്പോൾ കൂടുതൽ എല്ലാവർക്കും ഒരുപാട് A+, എനിക്കൊരൊറ്റ A+ IT-ക്ക്. അന്ന് ഞാൻ തീരുമാനിച്ചാണ് എന്ത്, ഇനി തോറ്റു കൊടുക്കില്ല എന്നുള്ളത്. പിന്നെ 2 വർഷം നന്നായി പഠിച്ചു. അതായത് തീരുമാനിച്ചിട്ട് മാത്രമേ, ചില ആൾക്കാരൊക്കെ യെസ് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ തീരുമാനം മാത്രം ഉണ്ടായാൽ പോരാ. അതിനുവേണ്ടി എന്ത് ചെയ്യണം, നിങ്ങൾ വർക്കും കൂടെ ചെയ്യണം. അതിനുള്ള റൈറ്റ് സ്ഥലത്താണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. ഇനി എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ. ഓക്കെ, സെറ്റല്ലേ? അപ്പം ഓറിയൻറ്റേഷൻ ഇതിൽ നീറ്റുകൊണ്ട് ജയിക്കാറുണ്ടല്ലേ. നിങ്ങളുടെ നീറ്റ് എക്സാം എപ്പോഴാണ് നടക്കുക? എക്സാക്ട് ഡേറ്റ് ആർക്കെങ്കിലും അറിയോ? മെയ്യിലെ ഫസ്റ്റ് സൺഡേ. അതേ ഡേ മെയ് 3 എൻ്റെ ഓർമ്മ. മെയ് 3. ഇപ്പോൾ ജയിക്കാരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് സെഷൻ ജാനുവരി എൻഡിലുണ്ടാവും അല്ലേ, 20ക്ക് ശേഷമാണ് സാധാരണ ഉണ്ടാവുക. അപ്പം ഈ ജാനുവരി എൻഡിലുള്ള ജെയ് മെയിൻസിനായിക്കോട്ടെ അല്ലെങ്കിൽ മെയ് 3 നടക്കുന്ന നീറ്റിനായിക്കോട്ടെ, നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്താ? ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുമെങ്കിൽ നീറ്റിൽ നല്ല സ്കോർ കിട്ടണ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ? ഹാർഡ് വർക്ക് ചെയ്യണം. വേറെന്താ ആൻസർ ഉണ്ടോ? സ്മാർട്ട് വർക്ക്. എടാ, ഈ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് ശരിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാകേണ്ട ഒരു സാധനം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് സ്മാർട്ട് വർക്ക് ഒന്നും ചെയ്യാനാവില്ല. ഹാർഡ് വർക്ക് ചെയ്ത് എന്ത് ചെയ്യും, നമ്മൾ ചില ഷോർട്ട് കട്ടുകളൊക്കെ പഠിക്കും. അതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. ബേസിക്കലി അത് തന്നെയാണ്. അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് അല്ലേ. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ 75% എന്താണ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് 75%. അത് നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ റീസൺ എന്താ? പഠിക്കാത്തതുകൊണ്ട്. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വീണ്ടും പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കി 25% മാത്രമാണ് എന്ത്, നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സസ്, ബെസ്റ്റ് ടീച്ചേഴ്സ്, ഈ ആംബിയൻസ്, ഹോസ്റ്റൽ, ഫുഡ്, അടുത്തുള്ള ഹോസ്റ്റൽ എന്നൊക്കെ പറയുന്നത് എന്തേ ഉള്ളൂ, ബാക്കി 25% ഉള്ളൂ. ഏറ്റവും തുടക്കത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, 75% നിങ്ങളുടെ കയ്യിലാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അത്രയും നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒരു 25%-നെ കുറിച്ചൊന്ന് നോക്കാം. അതായത് എജ്യൂപോർട്ട് ഫൗണ്ട് ചെയ്ത എല്ലാ ആൾക്കാരും ഒന്നുകിൽ NIT പാസ് ഔട്ട്സ് ആണ്, അല്ലെങ്കിൽ ഡോക്ടേഴ്സൊക്കെയാണ്. അപ്പം ഞങ്ങളൊക്കെ ഒരിക്കലും ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ കിട്ടാതായ ഒരുപാട് ഫ്രണ്ട്സ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കൃത്യമായിട്ട് അറിയാം ഹൗ ഇമ്പോർട്ടൻറ്റ് ദിസ് ജേർണി ഈസ് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഞങ്ങളുടെ കയ്യിലുള്ള ആ ഒരു 25% ഏറ്റവും മാക്സിമം തരാൻ എന്താണ് നമ്മൾ തയ്യാറാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബെസ്റ്റ് ടീച്ചേഴ്സ്. അതായത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ബെസ്റ്റ് ടീച്ചേഴ്സ് ഉണ്ട്, അതിലൊരു സംശയമില്ല. പക്ഷേ എല്ലാ ക്ലാസ്സിലും ചിലപ്പോൾ അവരെത്തണം എന്നില്ല. പല കുട്ടികൾ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ അവരുടെ ഓൺലൈൻ ക്ലാസ്സിൽ നല്ല ടീച്ചേഴ്സാണ്, പക്ഷേ എന്താണ് ഓഫ്ലൈനിൽ ഞങ്ങൾക്ക് വരുന്നതൊക്കെ ആദ്യമായിട്ട് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ഞാൻ എന്തായാലും തരാം, ഇവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും എന്ത് ചെയ്യും, നിങ്ങളെ എല്ലാ ക്ലാസ്സുകളിലും വന്നിരിക്കും. അതായത് ഒരു ടീച്ചർക്ക് തന്നെ ഫുൾ സബ്ജക്റ്റ് എടുക്കാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഒരു ക്ലാസ്സിലേ പറ്റുള്ളൂ. പക്ഷേ എല്ലാ ടീച്ചേഴ്സ്, എജ്യൂപോർട്ടിലുള്ള മുഴുവൻ ടീച്ചേഴ്സ്, നിഷാദ് സർ ആയിക്കോട്ടെ, ഷിനാസ് സർ ആയിക്കോട്ടെ, ബിലാൽ സർ ആയിക്കോട്ടെ, എല്ലാവരും എന്ത് ചെയ്യും, നിങ്ങളുടെ ക്ലാസ്സുകളിൽ വന്നിരിക്കും. ആൻഡ് എടുക്കുന്ന മുഴുവൻ ടീച്ചേഴ്സും കേരളത്തിലെ ബെസ്റ്റ് ടീച്ചേഴ്സ് ആവാൻ ചെയ്യും. അതാണ് 25%-ലെ ഫസ്റ്റ് എനിക്ക് പ്രോമിസ് ചെയ്യാനുള്ള സാധനം. ഓക്കെ. ആൻഡ് രണ്ടാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹോസ്റ്റൽസ് വളരെ അടുത്താവുക എന്നുള്ളത്. ഇപ്പം നമ്മളുടെ കൂടെ കഴിഞ്ഞ വർഷം +2 വരെ പഠിച്ചിട്ട് വേറെ സെൻറ്ററിലൊക്കെ പോയ ഒരു കുട്ടി എന്നോട്, സാറേ ബസ്സിന് കാത്തിട്ടാണ് എന്ത് ചെയ്ത് എൻ്റെ നീറ്റ് ആൻഡ് കൊളായിപ്പോയെന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നമ്മളെ ക്ലാസ് റൂമിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് ഒരു അരമണിക്കൂർ യാത്ര ഉണ്ടെന്ന് കരുതാം അങ്ങോട്ട്. കാരണം ഞാൻ കോഴിക്കോടൊക്കെ, നിങ്ങളൊക്കെ കോഴിക്കോട് ടൗണിലുള്ള ആൾക്കാരൊക്കെയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ ബസ്സുകൾ ഇങ്ങനെ പോകുന്നത്. അപ്പം അരമണിക്കൂറാണ് നമ്മളെ യാത്രയെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണെങ്കിൽ 1 മണിക്കൂർ ഉണ്ടാവും. ഒരു 200 ഡേയ്സ് നമുക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ എത്ര മണിക്കൂർ പോകും ബസ്സിൽ?
200 hours പോലെ. ആൻഡ് ഇതെന്തല്ല, യാത്രയുടെ ക്ഷീണത്തെക്കുറിച്ച് നമ്മൾ പരിഗണിക്കുന്നില്ല, ബസ് വെയിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും നമ്മൾ പരിഗണിക്കുന്നില്ല. ആൻഡ് നമ്മൾ ഡെയിലി ഒരു 5 hours ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഈ 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് 40 ദിവസം പഠിക്കാനുള്ള സമയം. 200/5 എന്ന് പറഞ്ഞാൽ 40 ദിവസം നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എൻട്രൻസ് കിട്ടില്ല. അപ്പം അടുത്ത് ഹോസ്റ്റൽ ഉണ്ടാവുമെന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ടാണ്, കാരണം ഞങ്ങൾക്കൊക്കെ അറിയായിരുന്നു ഹോസ്റ്റലിൽ നിന്ന് പോകുന്ന ആ ഒരു യാത്ര ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം. ഇപ്പോൾ ബിലാലൊക്കെ എപ്പോഴും പറയും അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്ലാസ് റൂമിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോകാന്നുള്ളതായിരുന്നു. അപ്പം അത് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് തന്നെ നമ്മൾ മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റഡി ഹാൾ. എഡ്യൂപോർട്ടിൽ എന്തില്ല, റൂമിലിരുന്ന് പഠിക്കുന്ന ഒരു അവസ്ഥയില്ല. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, റൂമിൽ നിങ്ങൾ പഠിക്കുന്ന കേസ് എന്നാലും നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും അല്ലേ. നിങ്ങൾ +2 ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ ഒരു ടഫ് സാധനം, ഒരു ചോദ്യം കിട്ടാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക, എന്നൊന്ന് കിടന്നാലെന്നൊക്കെ തോന്നലേ അല്ലേ, ഒന്നിരിക്കട്ടെ അല്ലേ, ജസ്റ്റ് ഒന്ന് ഫോൺ നോക്കാം അല്ലെ, ഒന്ന് പുറത്തേക്ക് കിടന്നിട്ട് അതോടുകൂടി എന്ത് ചെയ്യും, അത് മൊത്തം പോവും. അപ്പം ഓരോ റൂമിലും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ ഒരു വാർഡന് മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. എന്താ സംഭവിക്കുക, സാധാരണ ഈ റൂമുകളിൽ പഠിക്കുന്ന സ്ഥാപനത്തിലൊക്കെ വാർഡൻ ഇങ്ങനെ നടക്കും. ഫസ്റ്റ് റൂമുകാരും എന്ത് ചെയ്യും, എല്ലാവരും ചാടി എണീറ്റ് എന്ത് ചെയ്യും പഠിക്കും. വാർഡൻ അടുത്ത ഫ്ലോറിലേക്ക് പോകുമ്പോൾ പിന്നെ നിങ്ങൾ ഇതിലേക്ക്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെന്താണ് സ്റ്റഡി ഹാളിൽ ഇരുന്നാണ് പഠിക്കേണ്ടത്. ഞാൻ കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ഒരു സെൻറ്ററിന് എന്തില്ല എയർ കണ്ടീഷൻഡ് സ്റ്റഡി ഹാളില്ല. അത് ഇപ്പോൾ ഈ റൂമിലിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു കംഫർട്ടില്ലേ, അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ AC ആണ്. ഓക്കെ, അത് AC ഇല്ലാതാകുമ്പോൾ നമ്മളെ പ്രൊഡക്ടിവിറ്റി നന്നായി പോകും. അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങളുടെ എല്ലാ ക്യാമ്പസിലെയും സ്റ്റഡി ഹാൾ എന്താണ് എയർ കണ്ടീഷൻഡ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, അതുമായിട്ട് ഗെറ്റ് യൂസ്ഡ് ആവണം. അപ്പം നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ചിലപ്പോൾ റീലൊക്കെ കണ്ടു, ഇന്നലെ ഞാൻ ചില കുട്ടികളെ റീലൊക്കെ ഉണ്ടായിരുന്നു. അതായത് മറ്റും പഠിക്കുന്ന കാണുമ്പോഴാണ് എന്ത് നമുക്കൊരു മോട്ടിവേഷൻ ആവുക. ആ സാധനം റിയലാണ് ശരിക്കും. അവരിരുന്ന് പഠിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മോട്ടിവേറ്റഡ് ആയിട്ട് അവിടെ ഇരുന്ന് തന്നെ പഠിക്കുക. അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്കാണ് നഷ്ടം. ചിലർക്കൊക്കെ തോന്നും, പ്രത്യേകിച്ച് നിങ്ങൾ വീട്ടിൽ സ്വന്തമായിട്ട് റൂമിൽ അടച്ചിട്ടൊക്കെ ഇരുന്നായിരിക്കും പഠിക്കുക. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരും, അതാ നല്ലതെന്നൊക്കെ തോന്നും. പക്ഷേ നിങ്ങളെ നന്മയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി ഒരു വർഷം സ്റ്റഡി ഹാളിൽ ഇരുന്ന് പഠിക്കുക എന്നുള്ളത് തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കാണാൻ. സോ ദ തിങ് ഈസ് ദാറ്റ് സ്റ്റഡി ഹാള് നിങ്ങൾക്ക് അത്രയും പഠിക്കാൻ പറ്റിയ എൻവയോൺമെൻറ്റിൽ ആംബിയൻസിലാണ് എന്ത് ചെയ്തത് നമ്മൾ സെറ്റ് ചെയ്തതെന്നുള്ള നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം അത് യൂസ് ചെയ്യണം. പിന്നെ അടുത്തൊരു കാര്യമാണ് ഈ ഒരു ക്യാമ്പസ്. അത് ഇപ്പം ഞാനൊക്കെ പഠിച്ച ട്യൂഷൻ സെൻറ്റർ എന്ന് പറയുന്നത് ഒരു റോഡ് സൈഡിലായിരുന്നു. അപ്പം വേറൊന്നുമില്ല, ക്ലാസ് കഴിഞ്ഞാൽ ഇങ്ങനെ വണ്ടികൾ പോകുന്നത് മാത്രമേ കാണാം. പക്ഷേ ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഓരോ ബ്രേക്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കൊന്ന് പുറത്തിറങ്ങാം, ഒന്ന് നടക്കാൻ പറ്റും. അതായത് ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും നമ്മൾ മാക്സിമം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്ത് തരും. ആൻഡ് ഏറ്റവും അവസാനം ഫുഡ്, നല്ല ഫുഡായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്തു, നേരെ മുമ്പത്തെ ബാച്ചിലൊക്കെ വന്ന ആൾക്കാരോട് ചോദിച്ചാൽ മതി, നിങ്ങൾ വീട്ടിൽ കിട്ടുന്നതിനേക്കാളും നല്ല ഫുഡ് തരാൻ നമ്മൾ നോക്കുന്നുണ്ട്. ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ, നിങ്ങൾ ഉമ്മ നല്ല കുക്കാണെങ്കിൽ ചിലപ്പം നമുക്കത് പറ്റില്ല. പക്ഷേ കേരളത്തിൽ ഹോസ്റ്റലുകളിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഫുഡാണ്. ഈ ഫുഡും വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് ഒരു ദിവസത്തെ ഭക്ഷണം മോശമാണെങ്കിൽ തന്നെ എന്താ, എന്നാൽ നമുക്ക് പഠിക്കാനൊരു മൂഡിന് പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചായിരിക്കും പ്രശ്നമുണ്ട്. ഇതൊക്കെ ഞങ്ങളൊക്കെ അനുഭവിച്ച കാര്യങ്ങളാണ്. അപ്പം ഏറ്റവും നല്ല ഭക്ഷണം തരാനും നമ്മൾ റെഡിയാണ്. അതായത് നിങ്ങൾ ആ 75% എടുക്കുകയാണെങ്കിൽ ബാക്കി 25% എന്താ 100% നമ്മൾ തരും, നമുക്ക് നല്ല റിസൾട്ടിലേക്ക് എത്തിക്കാം. പക്ഷേ അപ്പോഴൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ എന്താണ് 25% മാത്രമാണ്. അതായത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെസ്റ്റ് ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ എന്താണ് നല്ല ഹോസ്റ്റലായിക്കോട്ടെ, തൊട്ടടുത്ത ഹോസ്റ്റലായിക്കോട്ടെ, സ്റ്റഡി ഹാളായിക്കോട്ടെ, ക്യാമ്പസ് ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, ഒക്കെ എന്താണ് നമ്മളെ സംബന്ധിച്ചോളം ജസ്റ്റ് 25% മാത്രമാണ്. ബാക്കി 75% അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് ക്രിറ്റിക്കൽ. 75% ഏറ്റവും പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തുതരാം, ഞാൻ നമ്മളൊരു ഷെഡ്യൂൾ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ വളരെ നേരത്തെ തുടങ്ങിയ ബാച്ചാണ്. കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നില്ല മറ്റൊരു ബാച്ചും കാര്യമായിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്യില്ല. നമ്മളെ തന്നെ ഇതിന് ഉന്നത്തെ ബാച്ചാണ് ഇതിനു മുമ്പ് ആദ്യമായിട്ട് കേരളത്തിൽ റിപ്പീറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ നമുക്ക് വളരെ നേരത്തെ തന്നെ തീർക്കാൻ പറ്റും. ഇപ്പം JEE കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നവംബർ എൻഡോടുകൂടി നമ്മൾ ക്ലാസ് തീർക്കും. നീറ്റിൻ്റെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ മിഡിലും എന്ത് ചെയ്യും, ഞങ്ങൾ പോർഷൻസ് തരും. അതിനുശേഷം എന്തായിരിക്കും, നിങ്ങൾക്ക് റിവിഷൻ ആയിരിക്കും. ഓക്കെ, ആ റിവിഷൻ ഞാൻ കഴിഞ്ഞ വർഷത്തെ ഷെഡ്യൂൾ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്കിത് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതായത് നമ്മളെ റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തത് ഡിസംബർ 18-നാണ്. അപ്പം ആദ്യത്തെ എക്സാം ഡിസംബർ 18-നായിരുന്നു. അന്ന് ബയോളജിയിൽ നമുക്ക് ബയോളജിയിൽ ബോട്ടണിയും സുവോളജിയും കൂടെ 2 ചാപ്റ്റേഴ്സ്, കെമിസ്ട്രിയിൽ 1 ചാപ്റ്റർ, ഫിസിക്സിലെ ഈ 2 ചാപ്റ്റേഴ്സ്, അതിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടാവാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 19ഉം 20ഉം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണ്. 21-ന് വീണ്ടും എന്താണ് ബയോളജി 1 ചാപ്റ്റർ, കെമിസ്ട്രി 1 ചാപ്റ്റർ, ഫിസിക്സ് 1 ചാപ്റ്റർ. ചാപ്റ്ററിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മോസ്റ്റ്ലി എന്തായിരിക്കും ഒരു ചാപ്റ്റർ ഉണ്ടാവുള്ളൂ. ചെറിയ ചാപ്റ്റേഴ്സ് വരുമ്പോൾ മാത്രം ചില സബ്ജക്റ്റിൽ എന്തുണ്ടാവും 2 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അതായത് ഒരു ദിവസം എക്സാം, 2 ദിവസം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം ഉണ്ടാവും, 3-ാമത്തെ ദിവസം വീണ്ടും എക്സാം.
ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും ഒരു ദിവസം എക്സാം, അല്ല ഒരു ദിവസം നിങ്ങൾക്ക് ബ്രേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്താ 23-ാം തീയതി ഈ മുഴുവൻ എണ്ണത്തിൻ്റെയും ക്യുമുലേറ്റീവ് എക്സാം ആണ്. ആൻഡ് ഇവിടെ ഇതൊക്കെ ശരിക്കും അന്ന് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഈ ഷെഡ്യൂൾ കിട്ടുമ്പോൾ ഇത് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇത് അറിയാമെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യാനുള്ള കോളങ്ങളാണ്, എന്നിട്ട് എന്നാ തീർക്കുക എന്നുള്ള കോളങ്ങളാണ്, പരീക്ഷ അതിൻ്റെ ടിക്കായിട്ടുണ്ടോ എന്നുള്ള അതൊക്കെ മാർക്ക് ചെയ്യാനുള്ള കോളങ്ങൾ, അതൊക്കെ ആ സമയത്ത് പറഞ്ഞുതരാം. അപ്പം ഇങ്ങനെ ഉണ്ടാവാം, എക്സാം 2 ദിവസം ബ്രേക്ക്, അടുത്ത എക്സാം 1 ദിവസം ബ്രേക്ക്, ഇത് മൊത്തം ക്യുമുലേറ്റീവ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, അടുത്ത 4 ദിവസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എക്സാം, 2 ദിവസം ബ്രേക്ക്, നെക്സ്റ്റ് എക്സാം, 1 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എന്താ ക്യുമുലേറ്റീവ്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ വേറെ വല്ല ലീവ് ഉണ്ടാകുമ്പോഴാണ് അഡീഷണൽ ക്യുമുലേറ്റീവ്. ഈ ക്യുമുലേറ്റീവ് എക്സാം എന്ന് പറയുന്നത് ഈ ചാപ്റ്റേഴ്സ് മാത്രമായിരിക്കില്ല, ഇത് ത്രൂ ഔട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ക്യുമുലേറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ മുമ്പ് നടന്ന ചാപ്റ്റേഴ്സ് മുഴുവൻ കവർ ചെയ്തുകൊണ്ടാണ് ചെയ്യുക. പക്ഷേ അവിടെ എന്തുണ്ടാവും, പ്രോബബിലിറ്റി ഇവിടെ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഇവിടുന്ന് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നിങ്ങൾ ആ ഒരു റിവിഷൻ സാധനം കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഓൾമോസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർച്ച് 25 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നീറ്റിൻ്റെ മൊത്തം പോർഷൻ ഏറ്റവും അവസാനത്തെ സെമി കണ്ടക്ടർ, ബയോമോളിക്യൂൾസ്, എക്കോസിസ്റ്റം ആൻഡ് ഡൈവേഴ്സിറ്റി അതൊക്കെ കഴിഞ്ഞ് മാർച്ച് 21 നമ്മൾ ഈ മോഡലിൽ മുഴുവൻ എക്സാംസും നടത്തും. ഓക്കെ, ആൻഡ് ഇങ്ങനെ നിങ്ങൾക്ക് എത്ര എക്സാംസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മോഡ്യൂൾ എക്സാമും ക്യുമുലേറ്റീവും കൂടെ 30 എക്സാംസ് ടോട്ടൽ ഉണ്ടാവും. ജെഇക്കാർക്കും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ജെഇക്കാരുടെ കേസിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഗ്യാപ്പൊക്കെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ കുറവായിരിക്കും. നിങ്ങൾക്ക് എന്താണ് ജനുവരി 15 നമുക്ക് ഈ സ്റ്റേജിലേക്ക് എത്തണം. ഓക്കെ, ചിലപ്പോൾ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് കൂടുതലായിരിക്കും, ഗ്യാപ്പ് കൂടുതലായിരിക്കും ഉണ്ടാവാം. ആൻഡ് ഇതിന് ശേഷം നീറ്റുകാർക്ക് എന്താണ് 30 ഫുൾ ചാപ്റ്റർ എക്സാംസും കൂടെ നമ്മൾ നടത്തും. കഴിഞ്ഞ വർഷവും നടത്തിയിട്ടുണ്ട്, ഈ വർഷവും നടത്തും. ഓക്കെ, അപ്പം ടോട്ടൽ എന്തുണ്ടാവും, ഒരു 30 എക്സാമും കൂടെ. ടോട്ടൽ നിങ്ങൾ 60 എക്സാം എന്താണ് പോർഷൻസ് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ എഴുതും. 60 എക്സാം ഇൻറ്റു 180 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ, 60 × 18 എത്രയാടാ, 108 അല്ലേ. ആ 10,800 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യും, ഡിസംബറിന് ശേഷം നിങ്ങൾ കാണും. ഓക്കെ, ആൻഡ് ഇത് കൂടാതെ നിങ്ങളല്ലാത്ത വേറെ കുറച്ച് ബാച്ചസ് ഉണ്ടാവും, ചിലപ്പോൾ കുറച്ച് അങ്ങോട്ട് ഒരാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും. അവർക്ക് എന്തായിരിക്കും, ഈ 30 എക്സാം എൻ്റയർലി ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആപ്പിൽ കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് രാത്രി എക്സാം എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം അനദർ എത്രയായിരിക്കും, 30 × 180 വീണ്ടും കിട്ടും. അത് എത്ര ഉണ്ടാവാം, 5,400 എക്സാം വേറെ ഉണ്ടാവും. ഓക്കെ, ഓൾമോസ്റ്റ് 16,000 ക്വസ്റ്റ്യൻസ് ഡിസംബറിന് ശേഷം മാത്രം എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഈ 16,000 ക്വസ്റ്റ്യൻസ് നിന്ന് തന്നെയാണ് നിങ്ങളുടെ നീറ്റ് ആയിക്കോട്ടെ ജെഇ ആയിക്കോട്ടെ അവരെത്ര ടഫിൽ എക്സാം ഇടുകയാണെങ്കിലും അതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വരൂ. കഴിഞ്ഞ വർഷം സംഭവിച്ച ഒരൊറ്റ പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ എക്സാമിനും ചിലപ്പോൾ ഒരു 10-15 ക്വസ്റ്റ്യൻസ് ആണ് ടഫ് ഉണ്ടാവുക. ആ രീതിയിലാണ് കുട്ടികളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുക. അത് എജ്യൂപോർട്ട് മാത്രമല്ല, ഇന്ത്യയിലെ ഏത് സ്ഥാപനം ആണെങ്കിലും അങ്ങനെയായിരിക്കും. പക്ഷെ പെട്ടെന്ന് എല്ലാ ക്വസ്റ്റ്യൻസും ടഫായപ്പോൾ ടൈം മാനേജ്മെൻറ്റും പ്രഷറൊക്കെയാണ് എന്ത് ചെയ്ത് മാർക്ക് കുറച്ച് കുട്ടികൾക്ക് ടെൻഷനൊക്കെ ആയത്. പക്ഷേ ഈ വർഷം എന്താണ്, NTA ഏത് ലെവലിൽ ക്വസ്റ്റ്യൻ ഇട്ടാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണ് ഈ റിവിഷൻ ടൈമിൽ തന്നെ നമ്മൾ എക്സാംസ് തീർക്കും. സോ ഇതായിരിക്കും എന്ത് നിങ്ങളുടെ ഷെഡ്യൂൾ. ആൻഡ് ഇതും ആ 75% ചെറിയൊരു പാർട്ട് മാത്രമാണ്. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് നിങ്ങളൊരു ദിവസം എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയായിരിക്കും നിങ്ങളൊരു ഡേ ഉണ്ടാവുക. നിങ്ങൾ ചിലപ്പം നൈറ്റ് ഓൾസ് ആയിരിക്കും, രാത്രി വളരെ വൈകി എഴുന്നേറ്റ് അല്ല വൈകി ഇരുന്ന് രാവിലെ വൈകി എഴുന്നേറ്റ് നാളെ അതൊന്നും ഇനി എന്തില്ല നടക്കില്ല. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ക്ലാസ് കിടന്നുറങ്ങാൻ ചെയ്യുക. അതുകൊണ്ട് ഇനി മുതൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഷെഡ്യൂൾ ഞാൻ ഓൾറെഡി കുട്ടികളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ കിടന്നുറങ്ങുന്നതൊക്കെ ശീലാക്കണം എന്നുള്ളത്. എന്നാലും എന്തില്ല പ്രശ്നമില്ല, നമുക്ക് ആദ്യത്തെ കുറച്ച് ദിവസം ബേസിക് ക്ലാസ്സും കാര്യങ്ങളാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്താ നിങ്ങൾക്കിത് മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഗൾഫിലൊക്കെ ഒത്തിരി ആൾക്കാർ ഒരു മാസം ഫുള്ള് ഡേ ഡ്യൂട്ടി, അടുത്ത മാസം നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. ആദ്യത്തെ 1-2 ദിവസത്തെ പ്രശ്നം ഉണ്ടാവുള്ളൂ, പിന്നെ അത് റെഡി ആയിക്കോളും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സ്ട്രിക്ട്ലി ഈ ടൈം ടേബിളിൽ ഇപ്പം മുതലേ നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഓൺ ട്രാക്ക് ആയിട്ടുണ്ടാവും. ഒരു പ്രശ്നം നിങ്ങൾ എത്ര ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുന്ന ആൾക്കാരാണെങ്കിലും. ഇപ്പം എൻ്റെ കേസിൽ ഞാൻ പൊതുവേ ലേറ്റ് ആയി എഴുന്നേൽക്കുന്ന ആളാണ്. ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ രാവിലെ 4:30 എഴുന്നേൽക്കുന്നുണ്ട്. ആദ്യത്തെ 2 ദിവസം ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ 3-ാമത്തെ ദിവസം മുതൽ ട്രാക്കിലാവുന്നുണ്ട്. ഇത് മനുഷ്യന്മാരുടെ ഒരു സഹജമായിട്ടുള്ളൊരു കഴിവാണ്. നിങ്ങൾക്കും അതുണ്ട്, നിങ്ങളില്ലാന്ന് വിചാരിക്കേണ്ട. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, 5 മണിക്ക് എഴുന്നേക്കും. 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ 5:30 നിങ്ങൾ സ്റ്റഡി ഹാൾ കയറണം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ 5:15 കയറുന്നതിന് ഒരു പ്രശ്നമില്ല. 5:30 to 6:30 രാവിലെ നിങ്ങൾ സ്റ്റഡി ഹാളായിരിക്കും. 6:30 മുതൽ 7:15 വരെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ഗെറ്റിംഗ് റെഡിയാണ്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഭക്ഷണം കഴിക്കുക, റെഡി ആവാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരത്തെ ആണെങ്കിൽ വേഗം എന്ത് ചെയ്യാം, 7 മണിക്ക് കുളിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ട്, വേഗം 7 മണിക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാം സ്റ്റഡി ഹാൾ കയറിയിരിക്കുന്നതിന് കുഴപ്പമില്ല. 6:45 വരെ നിൽക്കുന്നതിനൊന്നും പ്രശ്നമില്ല.
ഓക്കെ, കുളിക്കണം എന്നാട്ടോ ഞാൻ പ്രത്യേകിച്ച് പെൺകുട്ടികളോട് പറയാം. എൻ്റെ മോക്ക് ഇപ്പോൾ 10 വയസ്സായിട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്ക് നോക്ക് ആ സ്വഭാവം തുടങ്ങിയിട്ടുണ്ട്. കുളിക്കൂല, കുളിക്കുകയാണെങ്കിൽ തന്നെ തല കുളിക്കൂല, കയറുമ്പോൾ തന്നെ ആദ്യം ഞാൻ തല കുളിക്കില്ല കേട്ടോ അല്ലേ. നിങ്ങൾക്കൊക്കെ പ്രശ്നമില്ലേ? എനിക്ക് മനസ്സിലായല്ലോ അല്ലേ. ഒരു ദിവസം എങ്ങനെ കുളിക്കാതെ നിൽക്കുക, ആകെ ഇടങ്ങാറായിരിക്കില്ലേ. പക്ഷേ അതെന്ത് ചെയ്യാം, നിങ്ങളൊന്ന് ശീലിക്കുക. ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഡെയിലി കുളിക്കുക എന്നുള്ളത്. അപ്പം 7:15 കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇവിടത്തേക്ക് നടന്ന് വരിക. 7:30 ഇവിടെ ക്ലാസ് ഉണ്ടാവും. ഓക്കെ, നീറ്റിൻ്റെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 7:30 മുതൽ 12:30 വരെയാണ് എന്ത് നമ്മളിപ്പോൾ ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിട്ടത്. ജെഇക്കാണെങ്കിൽ അത് 3 മണി വരെ ഉണ്ടാവും. കാരണം നമുക്ക് നേരത്തെ തീർക്കാൻ കുറച്ചും കൂടെ ഡെപ്തിൽ തീർക്കാനുള്ളതുകൊണ്ട്. ആൻഡ് അതിനുശേഷം 12:30 മുതൽ 1:15 വരെ നിങ്ങളുടെ ലഞ്ച് ടൈമാണ്. ഓക്കെ, റൈറ്റ്. 12:30 മുതൽ 1:15 വരെ നിങ്ങളുടെ ലഞ്ച്. ചില കുട്ടികൾ സാർ ഇത്ര സമയം ഉള്ളൂ എന്നുള്ളൊരു ഡൗട്ടാണ്, ഇപ്പോൾ തീർത്തരാം. ആ 1:15 ലഞ്ച് ടൈമിന് ശേഷം നിങ്ങൾ 1:45 എന്ത് ചെയ്യണം, സ്റ്റഡി ഹാളിലെത്തണം. ഹോസ്റ്റലിലെ സ്റ്റഡികൾ 4 മണി വരെ. അപ്പം ശരിക്കും ഇതെന്തല്ല, ഇത് നിങ്ങൾ സ്വന്തമായി പഠിക്കുന്ന സാധനമല്ല, ഇത് നമ്മൾ ഇവിടുത്തെ ക്ലാസ്സിൻ്റെ എക്സ്റ്റൻഷനാണ്. അതായത് നിങ്ങൾ എൻട്രൻസ് കിട്ടിയ, നീറ്റ് കിട്ടിയ, ജെഇ കിട്ടിയ ആരോട് ചോദിച്ചാലും എന്തുകൊണ്ട് അവർക്ക് കിട്ടിയെന്ന് പറയുന്നത് അവർക്കൊക്കെ ഒരൊറ്റ ആൻസറേ ഉണ്ടാവുള്ളൂ. എനിക്ക് ഒരൊറ്റ ആൻസറേ ഉള്ളൂ, നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്യുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻ ചെയ്താണ് കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആവുക. അപ്പം ഇവിടെ എന്താ ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓൾറെഡി 4.5 മണിക്കൂർ നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. ആ ക്ലാസ്സിൽ ഇപ്പം ഒരു ടോപ്പിക്ക് ഇപ്പം എന്താ ആവറേജ് വെലോസിറ്റി. ആവറേജ് എന്ന വെലോസിറ്റിയിൽ കുറേ എക്സാമ്പിൾസ് തിരിച്ചും മറിച്ചും ചെയ്യുകയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് എന്തായാലും എല്ലാ കോച്ചിങ് സെൻറ്ററിലും ചെയ്യുക. അതായത് ആവറേജ് വെലോസിറ്റി ഒരു 10 എക്സാമ്പിൾസ് ചെയ്തു തരും, ഒന്ന് തന്നെ വാല്യൂ മാറ്റിയിട്ട്. പക്ഷെ ഇവിടെ ചെയ്യാന്ന് വെച്ചാൽ ആ 10ന് പകരം എന്തായിരിക്കും 6 ചോദ്യങ്ങൾ ക്ലാസ്സിൽ ചെയ്യും, ബാക്കി 4 എന്തായിരിക്കും ഇതിൻ്റെ എക്സ്റ്റൻഷനായിട്ട്. കറക്റ്റ് ക്ലാസ്സിൽ എന്താണോ എടുത്തത് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഇവിടെ നിങ്ങൾ ടാബ് നോക്കി പഠിക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സെറ്റായി നിൽക്കും. ഓക്കെ, അപ്പം ഇതെന്താണ്, ക്ലാസ്സിൻ്റെ ഭാഗമാണ്. ചുരുക്കി പറഞ്ഞാൽ 7:30 മുതൽ 4 മണി വരെയാണ് നിങ്ങളുടെ ക്ലാസ്. അതിലെന്താണ് ഒരു 2.25 മണിക്കൂർ നിങ്ങളുടെ സെൽഫ് സ്റ്റഡിയാണ്. ക്ലിയർ അല്ലേ? ഈ 2.25 മണിക്കൂർ എന്താണ്, വളരെ വളരെ ക്രിറ്റിക്കലാണ്. അതും കൂടെ ഞാൻ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ശരിക്കും അത് വേറെ ചെയ്യാൻ വിചാരിച്ചായിരുന്നു. എന്താ പോയിന്റ് എന്താ വെച്ചാൽ, ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാവും, ഈ സെയിം സാർ എടുത്ത നോട്ട് നിങ്ങൾക്ക് PDF ആയിട്ടുള്ളൂ എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും. ഓക്കെ, ആൻഡ് ആ നോട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഫസ്റ്റ് നോക്കി പഠിക്കേണ്ടത്. ആ നോട്ട് നോക്കുമ്പോൾ ക്ലാസ്സിൽ സാറ് പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞ കോമഡിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയാവണം. എന്നിട്ട് എന്ത് ചെയ്യാം, അത് നിങ്ങൾ റിവൈസ് ചെയ്യാം. ചില പോയിന്റിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ക്ലാസ്സിൽ നമ്മൾ മൈൻഡ് ഔട്ടായി പോകും. ചുമ്മാ സാർ എന്തെങ്കിലും കാര്യം വീട് എന്നൊക്കെ പറയാം, മാങ്ങ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി അല്ലേ. പിന്നെ എന്താണ്, എൻ്റെ വീട്ടിൽ ഒരു മാവ് ഉണ്ടായിരുന്നു, പണ്ട് എന്തുണ്ടായിരുന്നു, എൻ്റെ ഇവിടെ മാങ്ങ പറിക്കുക ഒരു പയ്യനുണ്ടായിരുന്നു, ഓന് പേടാണോ ഓലെ, ഓൻ ഉണ്ട് സുഖമായിരുന്നു, അങ്ങനെ അങ്ങോട്ട് പോകും. പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ചില കാര്യങ്ങൾ നമ്മൾ മൈൻഡ് ഔട്ടായി പോകാനുള്ള ചാൻസ് എന്താ വളരെ കൂടുതൽ. അപ്പം അങ്ങനെ ഏതെങ്കിലും പോയിന്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ്സിൽ എടുത്താൽ നമ്മളെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ് ആപ്പിലുണ്ടാവും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടുന്ന് ക്ലാസ് കാണുന്നു, പിന്നെ വീണ്ടും ഹോസ്റ്റലിൽ പോയിട്ട് വീണ്ടും വീഡിയോ കാണുമ്പോൾ നല്ല സുഖം ഉണ്ടാവും. നിങ്ങൾക്ക് ഞങ്ങളെ മാരത്തോണൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടാനുള്ള കാരണം അതാ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്കൂളിലെ ടീച്ചേഴ്സ് നന്നായി ക്ലാസ് എടുക്കുന്നത്, പിന്നെ ഒന്നുകിൽ ട്യൂഷന് പോകുന്നുണ്ട്, അല്ലെ എജ്യൂപോർട്ടിൻ്റെ ആപ്പിലൊക്കെ ക്ലാസ് ഒക്കെ നിങ്ങൾ ഏകദേശം പഠിച്ചിട്ട് പരീക്ഷയുടെ തലേന്ന് ഞങ്ങൾ വീണ്ടും പറയുമ്പോൾ 2 തവണ പഠിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ കാണുമ്പോൾ എന്തായിരിക്കും, നിങ്ങൾക്ക് നല്ല സുഖം ഉണ്ടാവും. പക്ഷേ അത് എന്തില്ല, എഫക്റ്റീവ് ആയിരിക്കില്ല. നിങ്ങൾക്ക് നേരത്തെ ആ പറഞ്ഞ പോയിന്റ് എപ്പോഴും മനസ്സിലാവും. നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എത്ര ചോദ്യം ചെയ്തെന്നായിരിക്കണം. മനസ്സിലാവാത്ത പോർഷൻസ് മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ആപ്പിലെ വീഡിയോ ക്ലാസ്സസ് കണ്ടാൽ മതി. ഓക്കെ, റെഡി അല്ലേ? അപ്പം ഇതെന്താണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇതിൻ്റെ നേരെ ഫ്ലിപ്പ് സൈഡാണ് ചില സെൻറ്റേഴ്സിലൊക്കെ ഉള്ളത്. എന്ത്, ആദ്യം നിങ്ങൾ ക്ലാസ്സും കണ്ടുവരിക, എന്നിട്ട് ഇവിടെ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത്. അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സംഭവം ഞാനൊക്കെ ഭയങ്കര ഓൺലൈൻ്റെ മെയിൻ ആളാണ്, അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്സസിൻ്റെ മെയിൻ ആളാണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ സുഖം എന്താ വെച്ചാൽ, ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇറങ്ങി ഓടാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പം അതായത് നിങ്ങൾക്ക് ഈ 6 മണിക്കൂർ ഓൺലൈനാണ് ക്ലാസ്സെങ്കിൽ അതെന്താണ് 3 സിനിമ കാണുന്നതിന് തുല്യ അല്ലേ. എത്ര ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണെങ്കിലും 3 സിനിമ നമുക്ക് ഒരു ദിവസം കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല. ചിലപ്പോൾ ഒരു ദിവസം പറ്റിയിരിക്കും, 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം അത് നടക്കില്ല. അതുകൊണ്ടാണ് എന്ത്, നിങ്ങളുടെ ക്ലാസ്സസ് പ്യുവർലി ഓഫ്ലൈൻ കേരളത്തിലെ ബെസ്റ്റ് ടീച്ചേഴ്സ് എടുക്കും എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് റെഫർ ചെയ്യാനും ഡൗട്ട് ഉണ്ടാണെങ്കിലൊക്കെ നോക്കാൻ നമ്മളെ ഈ ഇതിലെ തന്നെ ഏറ്റവും ടോപ്പ് ടീച്ചേഴ്സ് എടുത്ത റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാകും. പക്ഷേ അതെന്ത് ചെയ്യരുത്, വീണ്ടും ഒരു പഠിക്കാനുള്ളതാവരുത്. ചില കുട്ടികൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കും. ഇപ്പം ക്ലാസ്സിൽ ഇപ്പോൾ ഉറക്ക് വരുമ്പോൾ നമുക്ക് എന്താ എന്നാ ഉറങ്ങുക, കാരണം എന്താ, ക്ലാസ് റെക്കോർഡഡ് ആപ്പിലുണ്ടല്ലോ. ചെയ്യാൻ നിൽക്കരുത്. ക്ലാസ് ഒന്ന് മാക്സിമം നോക്കി മനസ്സിലായിട്ടില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക,
റെക്കോർഡിലേക്ക് പോവുക, അല്ലെങ്കിൽ മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ മാത്രം റെക്കോർഡ് ക്ലാസ്സസിലേക്ക് പോവുക. നോട്ട്സ് നോക്കിയിട്ട് റെഫർ ചെയ്ത് റിവൈസ് ചെയ്ത് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുക. ആ 4 മണിയോട് കൂടി എന്ത് ചെയ്തിട്ടുണ്ടാവും, അന്നത്തെ നിങ്ങൾ പഠിച്ച ക്ലാസ് നിങ്ങൾ എൻ്റയർലി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ സ്വന്തമായി ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചും കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, 4 മണിക്ക് നിങ്ങൾക്ക് സ്റ്റഡി ഹാളിൽ നിന്ന് ഇറങ്ങാം. ഒരു 15 മിനിറ്റ് നിങ്ങൾ വൈകുന്നേരത്തെ ടീ ബ്രേക്ക് ഉണ്ടാവും. വീണ്ടും സ്റ്റഡി ഹാളിലേക്ക് ഇതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ പെൻഡിങ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. പിന്നെ നിങ്ങളതായ രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ക്ലാസ്സിലെടുത്ത നോട്ട് വെച്ചിട്ട് ഓരോ പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക്, അതായത് അറിയുന്ന ക്വസ്റ്റ്യൻ വീണ്ടും ചെയ്യണമെന്നല്ലോ, ഇതെനിക്കറിയാം, ഇതെനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഒന്നും കൂടെ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇതെന്തുകൊണ്ടാണ് ഇത് വന്നത്, അങ്ങനെ നിങ്ങൾക്ക് ആലോചിച്ച് നിങ്ങൾക്ക് ചെയ്യാനുള്ള എന്തുണ്ടാവും, നിങ്ങൾക്ക് സമയം ഇവിടെ ഉണ്ടാവും. ആൻഡ് 5:30 മുതൽ 6:30 വരെ നിങ്ങളുടെ ഫ്രീ ടൈമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങളെ കോളിംഗ് ടൈം ഇതിൽ വരും. ഉറങ്ങേണ്ട ആൾക്കാർക്ക് ഉറങ്ങാം, വെറുതെ സംസാരിച്ചിരിക്കേണ്ട ആൾക്ക് സംസാരിച്ചിരിക്കാം, വെറുതെ ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കുക, ഇറങ്ങി നടക്കുക, എന്താണെങ്കിലും കുഴപ്പമില്ല. 6:30ക്ക് നിങ്ങൾക്ക് എന്താണ്, 6:30 മുതൽ നിങ്ങളെ മെസ്സിൻ്റെ സമയം സ്റ്റാർട്ട് ചെയ്യും. 7:15 മുതൽ 7:15 വരെ. 7:15 നിങ്ങളുടെ ലാസ്റ്റ് എൻട്രി. 7:15 ശേഷം നിങ്ങൾ മെസ്സിൽ വന്നിട്ട് കാര്യം ഉണ്ടാവില്ല, ഫുഡ് തരില്ല. 7:15 മുമ്പേ നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞ് ഫുഡ് ഉണ്ടാവും. 7:30ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും സ്റ്റഡി ഹാൾ എത്തണം. 7:30 മുതൽ 10:30 വരെ സ്റ്റഡി ഹാളായിരിക്കും. അത് നിങ്ങൾ പുറത്ത് പോകാൻ പോവാം, ആകെ ബ്രേക്കുകൾക്ക് മാത്രമായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത്, അതിലപ്പുറം വേറൊന്നും ഉണ്ടാവില്ല. 10:30 സ്റ്റഡി ഹാള് മാക്സിമം നിങ്ങൾക്ക് 11 മണി വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. 11 മണിയോടുകൂടി നമ്മൾ എന്ത് ചെയ്യും, ലൈറ്റ് ഓഫ് ചെയ്യും. പിന്നെ രാവിലെ 5 മണി വരെ നിങ്ങളെ സ്ലീപ്പിംഗ് ടൈമാണ്. ഓക്കെ, ഇതിൽ ചില സാറേ 6 മണിക്കൂർ ഉറക്കുക. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, എൻ്റെ പാരൻസ് കുറേ പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എൻ്റെ ഒരു വർഷമാണ് പോകുന്നത്, ഞാനിനി എന്ത് ചെയ്യുന്നില്ല, ഇനി ഈ ഒരു വർഷം നീറ്റ് കിട്ടുന്നവരെ ഞാൻ ഉറങ്ങുന്നില്ല എന്ന് ഇവിടെ തീരുമാനിച്ചെങ്കിൽ എന്താ ഇവിടെ പറയാം, പൊട്ടത്തിയാണെന്നറിയില്ലേ. അതേപോലെ, അതായത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്ലീപ്പ് കോംപ്രമൈസ് ചെയ്യരുത്. എനിക്കിന്ന് ഇവിടെ അത്യാവശ്യം നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് എൻ്റെ ഒരു കോൺഫിഡൻസ്. ചില ദിവസങ്ങൾ എനിക്കിങ്ങനെ പറ്റാറില്ല. അന്ന് ചിലപ്പോൾ രാത്രി 2 മണിക്ക് ഉറങ്ങിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇവിടത്തേക്ക് വരുന്നുണ്ടാവാം. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ പ്രൊഡക്ടിവിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഇനഫ് റെസ്റ്റ്. അതായത് പലരും പ്രൊഡക്ടിവിറ്റി ഈസ് ഈക്വൽ ടു എത്ര ടൈം സ്പെൻഡ് എന്നല്ല, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം സ്പെൻഡ് എന്ന് മാത്രമാണ് പല കുട്ടികളും കരുതുക. പക്ഷേ ടൈം സ്പെൻഡ് മാത്രമല്ല, എത്ര ഫോക്കസ്ഡോടുകൂടി സമയം സ്പെൻഡ് ചെയ്യുന്നുള്ളതും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് 6 മണിക്കൂർ മിനിമം സ്ലീപ്പ് നിങ്ങൾ ഉറങ്ങണം. ആൻഡ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഈവനിങ്ങിൽ 5:30 മുതൽ 6:30 വേണമെങ്കിൽ ഒരു ചെറിയ ബ്രേക്ക് അന്നേരം നിങ്ങൾ കിടക്കുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ഒരു ദിവസം. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങൾക്ക് എത്ര സമയം ഇവിടെ പഠിക്കാൻ കിട്ടുന്നുണ്ട് എന്നുള്ളത്. എത്ര സമയം നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്നത്? രാവിലെ 5:30 മുതൽ 6:30 വരെ 1 മണിക്കൂറുണ്ട്. അതേപോലെ തന്നെ ഉച്ചക്ക് 2.25 മണിക്കൂറുണ്ട്. പിന്നെ ഇവിടെ ഒരു 1.25 മണിക്കൂറുണ്ട്. പിന്നെ ഇവിടെ 3 മണിക്കൂർ. കൂട്ടി വെക്കടാ, 2.25 എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ? യെസ്, 2.25, 1.25, 3.5, 6.5, 7.5 മണിക്കൂർ ക്ലാസ് ഉള്ള ദിവസം തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഈ 7.5 മണിക്കൂറിൽ എത്ര സമയം നിങ്ങൾ കറക്റ്റ് യൂട്ടിലൈസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ റാങ്ക്. ഓക്കെ, ഇതിലപ്പുറം എന്ത് ചെയ്യില്ല, കൂടുതൽ പഠിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റവും നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, അപ്പം ആ ലെവലിലാണ് നമ്മൾ ഇത് മൊത്തം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇത് ബെസ്റ്റ് യൂസ് നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. വീക്കെൻഡ്സിലൊക്കെ നിങ്ങൾക്ക് ഇനിയും സമയം ഉണ്ടാവും. ഓക്കെ, അപ്പം അത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ അടുത്ത വർഷം എവിടെ എത്തുന്നുള്ളതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഘടകം, അല്ലെങ്കിൽ നിങ്ങളെ 75% മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതിൽ ഒരു കാര്യം കൂടെ ഞാൻ ആ ഒരു 5:30 to 6:30 സമയത്ത് പറയാൻ വിചാരിച്ചൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ വീട്ടിൽ ഉമ്മാരോടെ കടി ഉണ്ടാക്കാറുണ്ടോ? ഉമ്മയായിട്ട് കച്ചറ ഉണ്ടാക്കാറുണ്ടോ? ധാരാളം എന്നുണ്ട് ആ മുഖഭാഗത്തിന് അല്ലേ? അപ്പം ഉമ്മയായിട്ട് കച്ചറ ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? പറ്റൂല അല്ലേ? അതിപ്പോൾ ന്യായം 100% നമ്മളെ ഭാഗത്താണെങ്കിൽ കൂടെ നമുക്കന്ന് പഠിക്കാൻ പറ്റൂല അല്ലേ? അതിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയാണെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ? അത് ചുമ്മാ നമ്മളെ കൂട്ടാതെ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് നമ്മൾ വെറുതെ വിളിച്ചെങ്കിൽ പറഞ്ഞാൽ ചേട്ടാ നീ ചെയ്ത ഭയങ്കര മോശമായിപ്പോയി, അപ്പോൾ പറയുന്നത് നീ ഉണ്ടാവില്ല വിചാരിച്ചു, നിനക്കൊന്ന് അറ്റ്ലീസ്റ്റ് വിളിച്ചു ചോദിച്ചുകൂടായിരുന്നോ എന്ന് നമ്മൾ ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ അന്നും എന്തായിരിക്കും, മിക്കവാറും നമ്മൾ പഠിക്കൂല. അപ്പം ഇത് എന്ത് ചെയ്യണം, നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് നമ്മുടെ ഹാപ്പിനെസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ലേണിങ്ങിൽ. ഓക്കെ, ഇപ്പം ഞാൻ ഫിൻലൻഡിൽ പോയപ്പം അവിടെ എത്തിക്സിൻ്റെ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ട് ഹൈസ്കൂളേഴ്സിന്. അതിൽ അവർ പറയുന്നത് സിവിക് സെൻസ്, എത്തിക്സ് അല്ല, സിവിക് സെൻസിൻ്റെ ബുക്കിൽ അവർ പറയുന്നൊരു പോയിൻ്റ് എന്താ വെച്ചാൽ
ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെന്ന് കരുതാം. അവിടെ എല്ലാവരും പരസ്പരം വിട്ടുകൊടുക്കുകയാണെങ്കിൽ, നീ പോയിക്കോ പറയുകയാണെങ്കിൽ എല്ലാവരും നേരത്തെത്തുന്ന സാധാരണ എത്തുന്നതിനേക്കാളും നേരത്തെത്തുന്നതാണ് പരസ്പരം വിട്ടുകൊടുക്കുകയാണെങ്കിൽ. പക്ഷേ നമ്മളെ ട്രാഫിക് ബ്ലോക്കിലേക്ക് എന്താ സംഭവിക്കും? ഒരുത്തൻ കുത്തിക്കയറ്റും, വേറൊരുത്തൻ കുത്തി, പിന്നെ നമ്മൾ വിചാരിക്കും എന്നാൽ നമ്മളും കയറുന്നില്ല. എല്ലാവരും അവിടെ നടുക്ക് ഇങ്ങനെ കുടുങ്ങി കിടക്കും അല്ലേ. കേരളം എത്രയോ ബെറ്ററാണ്. ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പം ഇതേ സാധനമാണ് എന്ത് നമ്മളെ ഹാപ്പിനെസ്സിൻ്റെ കേസിലും മാക്സിമം വിട്ടുകൊടുക്കുക എന്നുള്ളത്. ഇവിടെ നമുക്ക് വെറുതെ നമ്മളെ ഈഗോനെ സാറ്റിസ്ഫൈ ചെയ്ത് അവൾ അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞാൽ എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കണം. അവനാണെങ്കിലും ഓക്കെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി നമ്മളെ പഠനം പോകാനാണ് ചാൻസ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണ്ട, റോയൽ വാരിയേഴ്സും അല്ലെ തെക്കേപ്പുറം ഗ്യാങ്ങും അല്ലെ ലോബിയോ ഒന്നും എന്ത് വേണ്ട, നമുക്ക് വേണ്ട. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വർഷം എത്രത്തോളം നമ്മൾ സന്തോഷമായിരിക്കുന്നു, സമാധാനത്തോടെ ഇരിക്കുന്നു, അത്രത്തോളം നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളെ 75% കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന സാധനം. എപ്പോൾ കച്ചറ ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും. കാരണം പ്രത്യേകിച്ച് എന്താണ്, നമ്മൾ പലരും പല നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, പല ഫാമിലി, പല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സ് ആണ്. ഈവൻ നിങ്ങളുടെ ശരി തെറ്റുകളടക്കം വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പം ഉറപ്പായിട്ട് എന്തിടും ക്ലാഷസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ മാക്സിമം എന്ത്, ആ ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് നീ പോയിക്കോ എന്നുള്ളത് മാറി നിന്നാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ കൂട്ടുകൂടുമ്പോൾ എന്താ, രക്ഷപ്പെടണം, ഗ്രോ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്ന, പഠിക്കണം, എന്ത് വന്നാലും പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ കൂടെ നിങ്ങൾ കൂട്ടുകൂടാൻ നിൽക്കുക. കാരണം ഈ ഒരു വർഷമാണ് നിങ്ങളെ ജീവിതം എന്ത് ചെയ്യുന്നത് നിർണ്ണയിക്കാൻ പോകുന്ന സാധനം. അതാണ് എനിക്ക് ലാസ്റ്റ് നിങ്ങളോട് പറയാനുള്ള സംഭവം. അതായത് ഈ നീറ്റും ജെയും കിട്ടുന്ന ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ കൂടെ അന്ന് പഠിച്ച ആൾക്കാരായിക്കോട്ടെ, പിന്നെ കോളേജിൽ വന്ന ജൂനിയേഴ്സ് ആയിക്കോട്ടെ, പിന്നെ ഇവിടെ നമ്മൾ റിപ്പീറ്റൊക്കെ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് തുടങ്ങിയപ്പോഴുള്ള കുട്ടികളിൽ നീറ്റും ജെയും കിട്ടുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ടാലൻറ്റഡ് ഹൈ IQ ആൾക്കാരാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് അവരൊക്കെ എന്തായിരുന്നു, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അതാണ് ഏറ്റവും ക്രിറ്റിക്കൽ സാധനം. അതായത് ഞാനൊരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. അതിലെന്താ ജോൺ മാക്സ്വെൽ എങ്ങനെ എഴുതിയ അയാൾ പറയുന്ന കേസ് എന്താ വെച്ചാൽ, നമ്മുടെ വീട്ടിലൊരു വലിയ മരമുണ്ട്, വെരി ബിഗ് ട്രീ. ഓക്കെ, ആ മരം നമുക്ക് മുറിക്കണം. ആൻഡ് നമുക്ക് തരികയാണെന്ത്, എന്നും നമ്മളെ കയ്യിലൊരു മഴുണ്ട്, നമ്മൾ എന്നും ഒരു 5 വെട്ട് വെട്ടുക. ആദ്യത്തെ ദിവസം മരം വീഴുമോ? ഇല്ല. രണ്ടാമത്തെ ദിവസം വീവോ? ഇല്ല. പക്ഷേ എന്നും നമ്മൾ 5 വെട്ട് വെട്ടുകയാണെങ്കിൽ എന്നെങ്കിലും ആ മരം വീഴൂലേ? 100% ഉറപ്പല്ലേ? അല്ലേ? ശരിയല്ലേ? എന്നിട്ട് അയാൾ ലാസ്റ്റ് പറയുന്നത് യു ഷുഡ് ഫൈൻഡ് യുവർ ട്രീ എന്നാണ്. നിങ്ങളെ മരം കണ്ടെത്തുക. നിങ്ങളുടെ മരം എന്താ ഈ ഒരു വർഷം? നീറ്റായിരിക്കും, ജയിയായിരിക്കും. അത് വീഴ്ത്താൻ നമ്മളെന്താ ചെയ്യേണ്ടത്? എന്നും വെട്ടുതന്നെയാണ് ഉറപ്പായിട്ടും. അതായത് ആദ്യം കുറേ മുമ്പേ എന്ത് ചെയ്തു, ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ പഠിച്ച റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ വെട്ടാനുള്ള ശക്തിയൊക്കെ കൂടിയിട്ടുണ്ടാവും. പക്ഷേ അൾട്ടിമേറ്റ്ലി എന്താണ്, എന്നും വെട്ടി എല്ലാവർക്കും അത് തീർക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ വെട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, ജനുവരിയിലെ JEE സെഷൻ ആയിക്കോട്ടെ, മെയ്യിൽ നീറ്റ് സെഷൻ ആയിക്കോട്ടെ, ഏത് ബിലോ ആവറേജ് സ്റ്റുഡൻറ്റിനും കിട്ടും. പ്രത്യേകിച്ച് ആ ആൾക്കാർക്കും കൂടെ അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എന്ത് ഈ ഒരു ഷെഡ്യൂള് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ആൻഡ് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണത്, നിങ്ങൾ ചെയ്യുന്നൊരു സാധനത്തിൻ്റെ ഒരു വാല്യൂ. കാരണം ഇപ്പം ജെയുടെ കേസ്, എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത 2 വർഷം എന്ന് പറയുന്നത് എൻ്റെ +1 +2 ആണ്. ഓക്കെ, ആ +1 +2 ഞാൻ നേരത്തെ പറഞ്ഞില്ല, 10ാം ക്ലാസ് മാർക്ക് കുറഞ്ഞപ്പോൾ ഞാനെടുത്ത തീരുമാനമാണ് എന്ത്, എനിക്ക് വിജയിക്കണം എന്നുള്ളത്. ആൻഡ് അതിന് വേണ്ടി 2 വർഷം ഏറ്റവും കൂടുതൽ, ആ 2 വർഷം കേരളത്തിൽ പഠിച്ച കുട്ടികളുടെ ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ടോപ്പ് 5ൽ ഒരാൾ ഞാനായിരിക്കും. അത്രയും ഞാൻ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷ് പീരീഡുകളിലൊക്കെ ഞാൻ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇൻ്റർവെൽ സമയത്തൊക്കെ മാത്സിൻ്റെ ഒക്കെ പ്രോബ്ലം ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങളുടെ ക്ലാസ്സിലൊരു പയ്യൻ ഇൻ്റർവെൽ സമയത്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ അവരെ കരുതുക എന്നുള്ളത്. അങ്ങനെ എൻ്റെ ക്ലാസ്സിലെ പെൺകുട്ടികളൊക്കെ എന്നെ കുറിച്ച് കരുതിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എന്താ, എനിക്ക് വേണ്ടത് ജീവിതത്തിൽ രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു. ആൻഡ് അങ്ങനെ +2ൻ്റെ കൂടെ JEE എഴുതിയിട്ട് NITയിൽ അഡ്മിഷൻ കിട്ടിയ ആ നിമിഷം മുതൽ എൻ്റെ ലൈഫ് പിന്നെ എന്താണ്, എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് മാത്രമല്ല, എൻ്റെ പാരൻസിന് പോലും. ഓക്കെ, എത്രത്തോളം എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് എൻ്റെ ഉപ്പ ഫുൾ കടത്തിലായിരുന്നു. അപ്പം ട്യൂഷന് പോകാൻ പോലും പൈസ ഉണ്ടായിരുന്നില്ല. അപ്പം NIT എത്തിയപ്പോൾ എനിക്ക് ഇതൊക്കെ സെറ്റാക്കി കൊടുക്കാം, എല്ലാ കടങ്ങളും വീട്ടി. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഒരാൾ കുടുംബത്തിൽ ആരോ ഹജ്ജിന് പോകും, ഉപ്പ ഇങ്ങനെ ഉമ്മാനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമ്മളിപ്പോൾ എപ്പോഴാണ് ഹജ്ജിന് പോകാന്നുള്ളത്. ഇപ്പോൾ ഒരു മക്കത്തുള്ളത്. ആൻഡ് അതിൻ്റെ ഫുൾ പൈസ ഞാൻ അവിടുത്തെ. അത് മുഴുവൻ എന്താണ്, ആ ഒരൊറ്റ അഡ്മിഷൻ വഴിയാണ് എന്ത് ചെയ്തത് എനിക്ക് എത്താൻ പറ്റിയത്. അതിന് വേണ്ടിയിട്ട് എന്താ വെറും മോട്ടിവേറ്റഡ് മാത്രമല്ല, ഡിസിപ്ലിൻഡ് ആയിരുന്നു ഞാൻ.
ഇനിയിപ്പോൾ നീറ്റിൻ്റെ കുട്ടികളെ കേസിൽ ആലോചിച്ച് നോക്കും. നിങ്ങൾ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ എന്തായിരിക്കും, ചെറുപ്പത്തിലൊരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ആ സ്റ്റെതസ്കോപ്പ് എടുത്ത് ഇങ്ങനെ കളിക്കും. അത് നമ്മൾ ഉമ്മയൊക്കെ കാണുമ്പോൾ ഇവള് ഡോക്ടറാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിലപ്പോൾ ഡോക്ടർ ആവാൻ പല രീതിയിൽ ആൾക്കാർ മോട്ടിവേറ്റഡ് ആവാറുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഡോക്ടർ ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു സാധനം ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ നീറ്റ് എഴുതിയിട്ട് നിങ്ങൾക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല, ജസ്റ്റ് മിസ്, 560 കേട്ടോ, 559 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടും. ഓക്കെ, അതായത് KMCT MES ഒക്കെ പോലത്തെ. അപ്പം അവിടുത്തെ ഒരു വർഷത്തെ ഫീസ് എത്ര അറിയോ? 8 ലക്ഷം രൂപയാണ്. 5 വർഷത്തേക്ക് 40 ലക്ഷം രൂപ. അതായത് നിങ്ങൾ 40 ലക്ഷം രൂപ വേർത്തായിട്ടുള്ള ഒരു സാധനത്തിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ഞാൻ 40 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യും? അത് നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പം ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഒരു വർഷത്തെ കാണാം, അത്രയും മുതലായ സാധനമാണ് നിങ്ങൾ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ, അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യുന്നതൊക്കെ എന്തിനാ, നല്ലൊരു ജോലി എന്ന് പറഞ്ഞാൽ നല്ല പൈസ കിട്ടണം, സമാധാനമായിട്ട് ജീവിക്കണം എന്നുള്ളതല്ലേ. അപ്പം എനിക്ക് ശരിക്കും ആ രണ്ടിൻ്റെ ഡിഫറൻസ് എനിക്കറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം പൈസ എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് അസ് മോർ ചോയ്സസ് എന്നാണ്. അതായത് നമുക്ക് വിശക്കുമ്പോൾ ഉച്ചക്ക് ഏത് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കണം എന്നുള്ള ചോയ്സ് നമുക്ക് എന്താ തരാം, പൈസ തരാം. ഏത് വാഹനത്തിൽ യാത്ര ചെയ്യണം എന്നുള്ള ചോയ്സ് പൈസ തരാം. ആൻഡ് നിങ്ങൾ ഏതെങ്കിലും NIT-യിലോ IIT-യിലോ പഠിച്ചതോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ഒരു സുഖകരമല്ലാത്ത ജീവിതം നയിക്കുന്ന നിങ്ങൾ കണ്ടിട്ട്, നിങ്ങൾ പരിചയത്തിൽ ഏതെങ്കിലും ഡോക്ടർ ഇങ്ങനെ EMI ഒക്കെ ആയിട്ട് അടുത്ത മാസം എന്താവും കടക്കാരൻ പേടിച്ചിരിക്കുന്ന സ്വർണ്ണ പണയത്തിൽ വെച്ച ഡോക്ടർമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതൊരു റിയാലിറ്റിയാണ്. അതായത് ഇന്ത്യയിൽ ഒരു അടുത്ത ഡിഗ്രി കഴിഞ്ഞിട്ട് മറ്റൊരു എക്സാം, അത് ഉദ്ദേശത്തിന് PSCയോ അല്ലെങ്കിൽ വേറെ UPSCയോ പോലത്തെ എക്സാം എഴുതാതെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ നിങ്ങൾക്കൊരു 50K പ്ലസ് സാലറിയുള്ള ജോലി കിട്ടണമെങ്കിൽ ഈ 2 ഓപ്ഷനേ ഉള്ളൂ. നിങ്ങൾ എടുത്ത ഓപ്ഷനേ ഉള്ളൂ ശരിക്കും. വേറെ ഏതാ ഉള്ളത്? ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു MBBS എടുക്കുക, അല്ലെങ്കിൽ NIT-ന്നോ IIT-ന്നോ എഞ്ചിനീയറിംഗ് കഴിയുക. വേറൊരു ഓപ്ഷനും ഇല്ല. വേണമെങ്കിൽ നമുക്ക് CA പറയാം, പക്ഷേ CA അത്ര ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ആ ഒരു സാധനം, അതായത് നിങ്ങളെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താണ്, ഒരു വർഷമാണ് നിങ്ങളെ മുന്നിലുള്ളതെന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. അത് നല്ല ജീവിതം, ഒരു വർഷം ഇവിടെ, ഒരു 5 വർഷം കഴിഞ്ഞാൽ നല്ല ജോലി, നല്ല ജീവിതം, ഏത് ഫോൺ ഉപയോഗിക്കണം, ഏത് കാറ് വേണം, ലൈഫിൽ എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ള ഒരു സമയത്ത് എന്താണ്, പണം നമുക്കൊരു പ്രശ്നമാവില്ല, എല്ലാവരും റെസ്പെക്റ്റ് തരുന്ന ഒരു ലൈഫ്. ഇതൊക്കെയല്ലേ ശരിക്ക് ഈ ഒരു ഏജിൽ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുക. ആൻഡ് അതിന് നമ്മൾ മുന്നിൽ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താ, ഈ ഒരു വർഷം എല്ലാം മറന്ന് പഠിക്കുക എന്നുള്ളതാണ്. ആരെന്ത് വിചാരിച്ചാൽ നിങ്ങൾ ഇവിടുന്ന് ഇരുന്ന് പഠിക്കുന്ന കാണുമ്പോൾ കളിയാക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മൈൻഡ് ചെയ്യാതിരിക്കണം. നിങ്ങളുടെ ഫ്രണ്ട് ഇപ്പോൾ എന്താ പറയണം, ഇപ്പോൾ പഠിക്കേണ്ട റെഡി എന്ന് പറയുകയാണെങ്കിൽ അതല്ല ഫ്രണ്ട് വേണ്ടത്. പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരെ മാത്രം ഈ ഒരു വർഷം കൂടെ കീപ്പ് ചെയ്യുക. ആൻഡ് അങ്ങനെ നിങ്ങൾ 75% എഫേർട്ട് ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും, ലൈഫ് സെറ്റിലാണ്. ഓക്കെ, മനസ്സിലാക്കുക. ആൻഡ് ലാസ്റ്റ് ഒരു കാര്യം കൂടെ, ബിലാൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എല്ലാ കുട്ടികളും +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റിന് വിടണം. അവൻ പറയുന്ന റീസൺ എന്താ വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ പാരൻസിന് വിട്ടണം, വീട് വിട്ടിറങ്ങണം, ഫ്രണ്ട്സിന് ഒഴിവാക്കണം, അല്ലേ, ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ട് എന്താ, നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് ഇല്ല. കാരണം ഇപ്പോഴും എന്നോട് ഒരുപാട് പാരൻസ്, സാറേ കീപാഡ് ഫോൺ ഇപ്പോൾ എൻ്റെ നാട്ടിലൊന്നും ഇല്ലയെന്ന്. പക്ഷെ അപ്പോഴും നമ്മൾ നിർബന്ധിക്കുക, നിങ്ങൾ കീപാഡ് ഫോൺ എടുക്കാവുള്ളൂ, സ്മാർട്ട് ഫോൺ കൊണ്ടുവരുന്നത്. കാരണം ആകെ 15 മിനിറ്റാണ് നിങ്ങൾക്ക് ഫോൺ ടൈം. അപ്പോഴും ഞങ്ങൾ കീപാഡ് ഫോൺ ഉപയോഗിക്കാനാണ് പറയാം. കാരണം എല്ലാ ഡിസ്ട്രാക്ഷൻസും എന്താണ്, നിങ്ങൾ മാറ്റി വെക്കുകയാണ്, അല്ലേ. അതേപോലെ തന്നെ ഇഷ്ടമില്ലാത്തൊരു സാധനം കഷ്ടപ്പെട്ട് ഡെയിലി ഒരു വർഷം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലേ. പഠനം എന്ന് പറയുന്ന അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല. ഇൻസ്റ്റ നോക്കുന്ന അത്ര രസമുണ്ടോ പഠിക്കുക, ഫിസിക്സ് പഠിക്കുക, ബയോളജി പഠിക്കുക, ഇല്ല അല്ലേ. സോ ഒരു വർഷം, 1-2 ദിവസമല്ല, ഒരു വർഷം നിങ്ങൾ ചെയ്യുക. അതായത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നു, ഡിസ്ട്രാക്ഷൻസൊക്കെ പൂർണ്ണമായി ഒഴിവാക്കുന്നു. ഇഷ്ടമില്ലാത്തൊരു കാര്യം വർഷങ്ങളോളം, അല്ലെ ഒരു വർഷം നമ്മൾ പഠിക്കുന്നു അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലൈഫിലെ ഏത് ഗോള് അച്ചീവ് ചെയ്യാനുള്ള തമ്പ് റൂൾ എന്ന ഈ പറഞ്ഞ സാധനമാണ്. അത് കുറേ കാര്യം സാക്രിഫൈസ് ചെയ്യുക, ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക, ഇഷ്ടമില്ലെങ്കിലും ഫോക്കസ്ഡായിട്ട് അതിനുവേണ്ടി പണിയെടുക്കുക. അതാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങളിവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് എന്ത്, ഞാനിവിടെ എജ്യൂപോർട്ട് വരെ എത്തിയതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ ജീവിതത്തിൽ എഫക്റ്റ് ചെയ്തത് എൻ്റെ ആ 2 വർഷമാണ്.
ആ 2 വർഷം ഞാൻ ക്രിയേറ്റ് ചെയ്ത അല്ലെ നേടിയെടുത്തൊരു ഹാബിറ്റാണ് ഇപ്പം എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റി വെക്കാം, ഫോക്കസ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാൻ നോക്കാം, സോൾവ് ചെയ്യപ്പെടും. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു വർഷം ഒക്കെ ഈ പറയുന്നത് പോലെ എന്നും മരം വെട്ടിയിട്ട് ഇൻ കേസ് ആ മരം വീണിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എന്തുണ്ടെങ്കിലും ഒരാഴ്ച 2 ആഴ്ച കൂടുതൽ വിട്ടിട്ട്, അല്ലെങ്കിൽ എന്താ നിങ്ങളെ നീറ്റ് മെയ് 3-ാം തീയതിയുള്ള ആ ഒരു 3 മണിക്കൂറാണ് നിങ്ങളുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത്. ആ 3 മണിക്കൂർ എന്തെങ്കിലുമൊക്കെ പറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഈ ഒരു വർഷം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ഉറപ്പായിട്ട് നിങ്ങൾ സക്സസ്ഫുൾ ആവും. കാരണം എന്താ വെച്ചാൽ എൻ്റെ കൂടെ അന്ന് JEE പഠിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായാലേ എനിക്ക് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ JEE NITയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നേക്കാളും എഫേർട്ട് എടുത്ത ആൾക്കാരുണ്ട്, അവരൊക്കെ എന്താണ് ജീവിതത്തിൽ രക്ഷപ്പെട്ടു. വലിയ വലിയ കമ്പനിയിൽ US-ലൊക്കെയാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ ആ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ശരിക്കും ആ ഒരു ടീനേജിൽ നിന്ന് അഡൽട്ട്ഹുഡിലേക്ക് കടക്കാൻ പോവാം. അപ്പം അവിടെ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാബിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സാധനം തന്നെയാണ്. ഓക്കെ, സോ അതിനും കൂടിയാണ് ഈ ഒരു വർഷം. നിങ്ങളിവിടെ ഉഴപ്പുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു 35-40 വയസ്സ് കഴിയുമ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. അന്നത്തെ നിങ്ങൾ എന്ത് ചെയ്യും, ഇന്ന് ഉഴപ്പിയതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടും, കുറ്റബോധം ഉണ്ടാവും, നിങ്ങളെ തന്നെ എന്ത് ചെയ്യും ക്രൂശിക്കും. അപ്പം ഈ ഒരു വർഷം നിങ്ങളൊരു നല്ല ക്യാരക്ടർ ആവാനുള്ള, നല്ലൊരു മനുഷ്യനാവാനുള്ള, ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാനുള്ള ഒരു വർഷമാണ്. ഓക്കെ, അതിൻ്റെ വേർത്ത് ക്ലിയറായി പറഞ്ഞു. JEEക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താ, ഞാൻ കുറേ കഥകൾ പറഞ്ഞു പ്ലേസ്മെൻറ്റിനെ കുറിച്ചൊന്നും പറയാത്തത്. നീറ്റുകാർക്ക് ഹൗ വേർത്ത് ഇറ്റ് എന്നുള്ള ഞാൻ ക്ലിയറായി പറഞ്ഞു തന്നു. എങ്ങനെ ഓരോ ദിവസം പഠിക്കണമെന്ന് പറഞ്ഞു തന്നു. എന്താണ് ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നു. ആൻഡ് ഇനി മുഴുവൻ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള 75%-ലാണ്. സോ കയ്യിലുള്ള മഴു കൃത്യമായി ഉപയോഗിക്കുക, എന്നും വെട്ടുക, ഉറപ്പായിട്ടും മരം വീഴും. ഓക്കെ, അപ്പോൾ ശരി.